വൻകിടക്കാരുടെ ഇടയിൽ കിടന്ന് ഞെരുങ്ങുന്ന ചെറുകിട ലോട്ടറി കച്ചവടക്കാരുടെ വാർത്തയിലേക്കാണ്. സമൂഹത്തിലെ ദുർബല വിഭാഗത്തിന് സ്ഥിര വരുമാനം ലക്ഷ്യമിട്ട് ആരംഭിച്ച ഭാഗ്യക്കുറിയുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരാണ്? ഏജൻസികൾ കൂട്ടത്തോടെ ടിക്കറ്റ് സ്വന്തമാക്കുമ്പോൾ അതിദരിദ്രരുടെ സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കുകയാണ് 24. പാലക്കാട് ജില്ലയിൽ മാത്രം 7886 ഏജന്റുമാരിൽ 179 പേർക്ക് മാത്രമാണ് ദിനം പ്രതി 100-ൽ കൂടുതൽ ടിക്കറ്റ് ലഭിക്കുന്നതെന്നാണ് വിവരാവകാശ രേഖ. 24 എക്സ്ക്ലൂസീവ്. പാലക്കാട് ജില്ലയിൽ മാത്രം ആകെയുള്ളത് 7886 ഏജന്റുമാർ. ഇതിൽ ഭിന്നശേഷിക്കാർ വെറും 74 പേർ. വൻകിട ഏജൻസികൾ വിൽക്കുന്നത് 4,41,000-ഓളം ടിക്കറ്റുകൾ. പ്രതിദിനം 100-ൽ കൂടുതൽ ടിക്കറ്റുകൾ ലഭിക്കുന്നത് കേവലം 179 പേർക്ക് മാത്രം. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. നമ്മൾ റോഡരികിലും ബസ് സ്റ്റാൻഡിലുമൊക്കെ കാണുന്ന ദരിദ്രരായ വിൽപ്പനക്കാർക്ക് ലഭിക്കുന്നത് തുച്ഛമായ ടിക്കറ്റുകളും കമ്മീഷനുകളും. ലോട്ടറി വിൽപ്പനയുടെ സിംഹഭാഗവും സ്വന്തമാക്കുന്നതാകട്ടെ വൻകിടക്കാരും. ലോട്ടറി ന്യൂനപക്ഷം വരുന്ന വൻകിട ഏജന്റുമാരുടെ കയ്യിലാണെന്നാണ് രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. 100 ടിക്കറ്റിലധികം ലഭിക്കുന്നത് 179 ഏജന്റുമാർക്കുമാണ് മാത്രമാണ് ഈ 100 ടിക്കറ്റിലധികം ലഭിക്കുന്നത്. ബാക്കിയുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ടിക്കറ്റ് തന്നെ ലഭിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ വസ്തുത. ഇതിനൊരു മാറ്റം ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ടിക്കറ്റുകളുടെ വലിയ ഭാഗവും വൻകിട ഏജന്റുമാരുടെ കൈകളിലാണെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ഏജൻസി എടുക്കുന്ന എല്ലാവർക്കും ടിക്കറ്റ് നൽകാൻ ലോട്ടറി വകുപ്പ് തയ്യാറാകണമെന്നാണ് മേഖലയിലുള്ളവരുടെ ആവശ്യം. ഇവിടെ ലോട്ടറിയുടെ ഏജന്റുമാർക്ക് കൊടുക്കുന്നില്ല എന്നും ലോട്ടറിയുടെ ഏജന്റുമാരുടെ എണ്ണം വർദ്ധിപ്പിച്ച് കാണിച്ചുകൊണ്ട് ആ കിട്ടുന്ന ലോട്ടറി വൻകിട ലോട്ടറിക്കാരെ സഹായിക്കാൻ വേണ്ടി ജില്ലാ ലോട്ടറിയുടെ ഓഫീസിൽ നിന്നും ഈ നീക്കങ്ങൾ നടക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞങ്ങളുടെ ആവശ്യം ആര് ഏജന്റാണോ ആര് ഏജന്റ് എടുത്തിട്ടുണ്ടോ ഗവൺമെൻറ് ഏജന്റ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ ലോട്ടറി കൊടുക്കാനുള്ള സംവിധാനം ജില്ലാ ഓഫീസിലുണ്ടാകണം. വൻകിടക്കാരുടെ ക്വാട്ട വെട്ടിക്കുറച്ച് ഭിന്നശേഷിക്കാരായ ആളുകൾക്കടക്കം കൂടുതൽ ടിക്കറ്റുകൾ നൽകാൻ വകുപ്പ് തയ്യാറാകണമെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. 1967 ഭാഗ്യക്കുറി സംവിധാനം നിലവിൽ വരുമ്പോൾ എടുത്തിരുന്ന നിലപാടിന് നേരെ വിപരീതമാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇത് പാലക്കാട്ട് മാത്രം കാര്യമല്ല, സംസ്ഥാനത്തുടനീളം ഇത് തന്നെയാണ് അവസ്ഥ. ഈ സാഹചര്യത്തിനാണ് മാറ്റം വരേണ്ടത്. പാലക്കാട് നിന്ന് രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24.